മലയാളി വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഷാർജ ഷേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് തയ്യാറാക്കാനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷേക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം പഞ്ചസാര ചേർക്കാം. 6 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് ചേർക്കാം. ഞാനിവിടെ മിൽക്ക് കോമ്പൗണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഡാർക്ക് കോമ്പൗണ്ട് വേണമെങ്കിലും ചേർക്കാം. ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഈ പഞ്ചസാരയും ചോക്ലേറ്റും കൂടിയിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ആ ചോക്ലേറ്റും പഞ്ചസാരയും എല്ലാം നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഴമാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ രസകദളി പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് റോബസ്റ്റ പഴം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുകയാണ്. വിപ്പിംഗ് ക്രീമിന് പകരമായിട്ട് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 ടീസ്പൂൺ ബൂസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കാനായിട്ട് 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 2 കപ്പാണ്. പാല് തിളപ്പിച്ച് ചൂട് മാറിയ ശേഷം ഫ്രീസറിനകത്ത് വെച്ചിട്ട് കട്ടയാക്കി എടുത്തതാണ്. ഇത്രയും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിൽ കുറച്ച് ചോക്ലേറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടെങ്കിൽ അത് സൈഡിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ നമ്മൾ എടുത്തിട്ടുള്ള ചോക്ലേറ്റിൽ നിന്ന് ചെറിയൊരു പീസ് മെൽറ്റ് ചെയ്തിട്ട് സൈഡിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ഈ ഷേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ഗ്ലാസ്സിന് 3 ഗ്ലാസ് കണക്കിന് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മേളിലായിട്ട് ആ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷാർജ ഷേക്കാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക്സ് എല്ലാം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേലിസ്റ്റിലാണ് കൊടുത്തിട്ടുള്ളത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും കാണാം. Thank you for watching.